അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ. പ്രിയ സുഹൃത്തുക്കളെ, നമ്മളൊക്കെ ഓരോരോ വീട്ടിൻ്റെ അംഗങ്ങളായിരിക്കും വരിക. അപ്പോൾ നമ്മുടെ വീടുകളിൽ റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങണം, അതുപോലെ ദാരിദ്ര്യമില്ലാത്ത പട്ടിണി പാടില്ലാത്ത വീടുകളായിട്ട് മാറണം എന്ന് നമുക്കും ആഗ്രഹമുണ്ടാവും. അതിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശീലിപ്പിച്ചാൽ നമുക്കും അള്ളാഹു ബറക്കത്തും റഹ്മത്തും തരും. നമ്മുടെ വീട് എന്ന് പറയുമ്പോൾ വീട്ടിലുള്ള അംഗങ്ങൾക്ക് വീട്ടിൽ വരുമ്പോൾ ഒരു നരകത്തിൽ വരുന്നൊരു ഫീല് നമ്മൾ ഉണ്ടാക്കി എടുക്കരുത്. നമ്മുടെ വീട് എന്നത് ഒരു വീട് എന്നുള്ള വെറും ഒരു കെട്ടിടമാക്കി മാറ്റരുത്. വീട് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങൾക്ക് മനസ്സമാധാനം കിട്ടുന്ന, സന്തോഷം കിട്ടുന്ന ഒരിടവും, അതുപോലെ നമ്മുടെ വീട്ടിൽ ബറക്കത്തും റഹ്മത്തിൻ്റെ മലക്കുകളൊക്കെ വരുന്ന ഒരിടവുമായിട്ട് നമ്മൾ തീർക്കണം. മനസ്സമാധാനത്തിൻ്റെ വീടാക്കി, സന്തോഷമുള്ള വീടാക്കി നമ്മൾ മാറ്റണം. ദാരിദ്ര്യമില്ലാത്ത വീടാക്കി മാറ്റണം. അതിനുവേണ്ടി നമ്മളും നമ്മളെ മക്കളും നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട ചില ശീലങ്ങളാണ്. ഒന്നാമത്തേത്, നമ്മൾ 5 വക്ത് നിസ്കാരം ഖളാ ആക്കാതെ നിസ്കരിക്കുക. നമ്മൾ ഒരു ദിവസത്തിലുള്ള നിസ്കാരം ആരംഭിക്കുന്നത് സുബഹി നിസ്കാരമാണല്ലോ. അപ്പോൾ നമ്മൾ ഖളാ ആക്കാതെ ആ ഒരു സുബഹിൻ്റെ ഒരു 5 മിനിറ്റ് മുന്നേ നമ്മൾ എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുക. സുബഹി നിസ്കരിക്കുക. അതുപോലെ മക്കളെയും ഭർത്താവിനെയും ഒക്കെ സുബഹി നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽപ്പിക്കുക. ഇങ്ങനെ ചെയ്യുന്ന വീടുകളിൽ അള്ളാഹു റഹ്മത്തും ബറക്കത്തും ചൊരിഞ്ഞു തരും. ഈ ഒരു സമയങ്ങളിൽ നമ്മൾ അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുകയും നമ്മുടെ പരിഭവങ്ങൾ അള്ളാഹുവിനോട് പറയുകയും ചെയ്താൽ അള്ളാഹു ഉറപ്പായിട്ടും നമ്മുടെ ദുആ സ്വീകരിക്കുകയും ചെയ്യും. സുബഹിൻ്റെ കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് തഹജ്ജുദ് നിസ്കരിച്ച് അത് പതിവാക്കുക. തഹജ്ജുദ് എന്ന സുന്നത്ത് നിസ്കാരം നിസ്കരിച്ച് നമ്മുടെ പ്രയാസങ്ങളും പരിഭവങ്ങളും അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പറയുക. ഈ ഒരു സമയങ്ങളിൽ സുബഹിൻ്റെ ശേഷം നമ്മൾ സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ നമ്മൾ ഉറങ്ങാൻ പാടില്ല. ഈ ഒരു സമയങ്ങളിൽ ഉറങ്ങാതെ നമ്മൾ ദിക്റുകളും സലാത്തുകളും ചൊല്ലി ഖുർആൻ ഓതുകയും ചെയ്തിട്ട് അള്ളാഹുമായിട്ട് അടുക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വീടുകളിലും അള്ളാഹു ബറക്കത്ത് തരും. രണ്ടാമത്തെ കാര്യം, നമ്മൾ അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുക. അള്ളാഹുമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ അടുക്കാൻ ശ്രമിക്കുക. എന്ത് കാര്യം ചെയ്യുമ്പോഴും തവക്കൽത്തു അലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിൽ നമ്മൾ ഏൽപ്പിക്കുക. അതുപോലെ ദിക്റുകളും അദ്കാറുകളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കുക. ഓരോരോ സമയത്ത് ചൊല്ലേണ്ട ദിക്റുകളും അത് നമ്മൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. നമ്മുടെ വീട്ടുകാരോടും ചൊല്ലാൻ പറയുക. മഗ്‌രിബിൻ്റെ സമയത്തൊക്കെ നമ്മൾ കൂടുതൽ ദിക്റൊക്കെ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നമ്മൾ എപ്പോഴും അള്ളാഹുവിനെ ഓർക്കുക. അതുപോലെ നബിയുടെ ജീവിതചര്യ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് കിട്ടും, മുത്തുനബിയുടെ പൊരുത്തം കിട്ടും. അപ്പോൾ നമ്മുടെ ജീവിതം അള്ളാഹു റാഹത്താക്കി തരുകയും ചെയ്യും, നമ്മുടെ വീടും സ്വർഗമാക്കി തരുകയും ചെയ്യും. വീട്ടിൽ വരുന്ന യാചകരെ നമ്മൾ വെറും കയ്യാലെ മടക്കി വിടരുത്. നമ്മൾ എന്തെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം നമ്മൾ കൊടുത്തിട്ട് വിടണം. നമ്മളിൽ ഇല്ലെങ്കിലും നമ്മൾ ഉള്ളതിൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് അവർക്ക് ദാനം ചെയ്യണം. എന്തെങ്കിലും നമ്മൾ ധർമ്മം ചെയ്യാനായിട്ട് നമ്മൾ ശീലിച്ചാൽ നമുക്ക് ഇഹത്തിലും പരത്തിലും അള്ളാഹു വിജയം തരും. നമ്മൾ വീടെന്നും വൃത്തിയായിട്ട് സൂക്ഷിക്കണം. നമ്മുടെ വീട്ടിൽ മാറാലകൾ കെട്ടിക്കിടക്കാൻ പാടില്ല. അതുപോലെ വീട്ടിൽ കയറുമ്പോൾ മുഷിഞ്ഞ സ്മെല്ല് വീട്ടിലുണ്ടാവാൻ പാടില്ല. വീട്ടിൽ കിച്ചണിൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പാത്രങ്ങൾ അപ്പം തന്നെ ക്ലീനാക്കി വെക്കുക. അതിങ്ങനെ വൈകിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് അത് മുഷിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം വന്ന് കയറും. അതുകൊണ്ട് എല്ലാവരും വീട് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീനാക്കി വെക്കുക. എന്തെങ്കിലും നല്ല മണമുള്ള ഊതൊക്കെ വീട്ടിൽ എപ്പോഴും അത് കത്തിച്ച് വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നല്ല സ്മെല്ലുള്ള വീടും പരിസരമൊക്കെ നമ്മുടെ അള്ളാഹുവിനും മുത്ത് ഹബീബിനും ഇഷ്ടമാണ്. നല്ല മണം നമ്മുടെ ഹബീബിന് ഒരുപാട് ഇഷ്ടമാണ്. വൃത്തിയുള്ള വീടുകളിലെ റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങുകയുള്ളൂ. അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വീട്ടിലുള്ള അംഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ വീട്ടിൽ റഹ്മത്തും ബറക്കത്തും അള്ളാഹു ചൊരിയും. അല്ലാതെ ഓരോരുത്തരായിട്ട് ഭക്ഷണം കഴിക്കുന്ന ശീലം നമ്മൾ പാടെ ഒഴിവാക്കുക. എന്നും അള്ളാഹുവിന് വേണ്ടി ഒരുപാട് ദിക്റുകൾ ചെല്ലുക. നമ്മൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരികയും ചെയ്യും. നമുക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ അള്ളാഹു ഈ ലോകത്ത് തരികയും ചെയ്യും. നമ്മൾ ഏത് ഇസ്തിഗ്ഫാർ ചൊല്ലിയാലും അതിനുള്ള ഫലം കിട്ടുകയും ചെയ്യും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരിക. അസ്സലാമു അലൈക്കും. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.